ഗുഡ് മോർണിംഗ്, നമസ്കാരം. കുറേ ആയി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് ദിവസം എന്നാൽ പിന്നെ ചെയ്താലോ എന്ന് ആലോചിച്ച് പെട്ടെന്ന് രാവിലെ തന്നെ നിർത്തുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ രാവിലെ വിളക്ക് കത്തിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അത് ബ്രാഹ്മമുഹൂർത്ത വിളക്കാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ ഒരു 5 തിരി ഇട്ടിട്ട് വിളക്ക് കത്തിക്കുക. ഞാൻ ആ തട്ടത്തിൽ കത്തിച്ചാണ് കേട്ടോ ബ്രാഹ്മമുഹൂർത്ത വിളക്ക്. മറ്റേത് നമ്മൾ കാലങ്ങളായിട്ട് നമ്മളെന്ന് എപ്പോഴും പറയുന്നിട്ട് മാഷിനെ എപ്പോഴും ചീത്ത അറിയാറുണ്ട്. ഈ പറഞ്ഞു വരുന്നതിൽ കുറേ നമ്മളൊരായിരം നമ്മൾ വന്നു പോകുന്നതാണ്. അപ്പോൾ ചെറുപ്പം മുതലേ വീട്ടിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ നേരെ വിളക്ക് കത്തിച്ച് സൂര്യനെ കാണിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു വിളക്ക് കത്തിച്ചത്. മറ്റേത് ബ്രാഹ്മമുഹൂർത്ത വിളക്ക് നമ്മൾ ബ്രാഹ്മമുഹൂർത്തത്തിന് കത്തിക്കുന്നതാണ്, 5 തിരിയിട്ട് കത്തിക്കുന്നു. അപ്പോൾ അതിന് എന്താ പറയുക, ചിലപ്പോൾ കുളിച്ച് കത്തിക്കേണ്ടതെന്നൊക്കെ ചോദിക്കും. ഞാൻ നേരത്തെ എണീക്കുന്ന സമയം ലേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ എന്താ പറയുക കുളിച്ചിട്ടാണ് കത്തിക്കാറ്. ഇനി കുളിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കൈയും കാലും മുഖവും കഴുകി ശുദ്ധിയോടെ കത്തിക്കുന്നതും ഓക്കെയാണ്. എനിക്കിത് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര വിശ്വാസമാണ്. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാൻ ശ്രമിക്കും മിക്കവാറും എല്ലാ ദിവസവും. പിന്നെ 48 ദിവസം ഒരു മണ്ഡലകാലത്തിൽ ചെയ്യുന്നവരുണ്ട്, എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ആഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്. 48 ദിവസം അല്ലെങ്കിൽ 21 ദിവസം നമുക്ക് ചെയ്യാം. അതുപോലെ വീട്ടിൽ നല്ല ഐശ്വര്യവും സന്തോഷവും സമാധാനവും എല്ലാം വരാനൊക്കെ ചെയ്യാം. ഞാൻ മെയിൻലി ഇത്രയേ ഉള്ളൂ, നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും എനിക്ക് ജീവിക്കാൻ സാധിക്കണേ. പിന്നെ ഈശ്വരൻ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ തരുന്നുണ്ട് ഈ ലൈഫിൽ. അപ്പം അതിനെല്ലാം നന്ദി പറയുന്നതിന് ഒരു ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നൊരു എന്താ പറയുക വിളക്ക് കത്തിച്ച് നന്ദി പറയുന്നു. ഇത്രയേ ഉള്ളൂ എൻ്റെ രീതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇന്നിപ്പം ഞായറാഴ്ചയാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്കി കുറച്ച് പരിപാടികളൊന്നും ഇല്ല. അല്ലെങ്കിൽ നമുക്കത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുത്തും അതുപോലെ അത് കഴിഞ്ഞാൽ ക്ലാസ് ഉണ്ട് 6 മണിക്ക്. ഇന്നിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഇരുന്ന് പ്ലാൻ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പ്ലാൻ ചെയ്ത് സെറ്റായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. ഇല്ല മഴയാണെന്നുള്ളത്. ഒയ്യോ തുണി കുറേ ഉണ്ടായിരുന്നു, കുറച്ചും കൂടെ അലക്കി. അല്ല അങ്ങനെയല്ല, അലക്കി ഇടാമെന്ന് വിചാരിച്ചതായിരുന്നു ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അതിനും പോയി. അപ്പോൾ ഈ മക്കളൊക്കെ ആയിക്കഴിഞ്ഞാലില്ലേ ആണ് നമുക്ക് സമയത്തിൻ്റെ, എല്ലാവർക്കും അല്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, എനിക്ക് സമയത്തിന് ഒരു വില ഉണ്ടായിരുന്നില്ല. പക്ഷേ ആത്മജീവ ബേബി ആയതിനു ശേഷം സമയത്തിന് ഇത്ര വിലയുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് അവർ എണീറ്റ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഒറ്റ പരിപാടി നടക്കില്ല. കാരണം അവർക്കും പഠിക്കേണ്ടി വരും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് എഴുതണം, അവർക്ക് കുത്തി വരയ്ക്കണം. അങ്ങനെ എൻ്റെ എല്ലാ ബുക്സും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ട് നോട്ട് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ആത്മജൻ്റെ ആർട്ട് വർക്ക് കാണാം. അതുപോലെ ബെഡ്ഷീറ്റ് ഇന്നലെ ഞാൻ ഇവിടുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആത്മജ വെറുതെ TV കാണണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇവിടെ ഇരുത്തി. ഓം ബേബി ഉറങ്ങിയ സമയത്ത് മൂപ്പര് വരച്ച് ഓം ബേബി എണീറ്റ് കരഞ്ഞ സമയം ഞാനൊന്ന് എടുക്കാൻ പോയപ്പോഴത്തേക്കും സാറ് ഇവിടെ ബെഡ്ഷീറ്റ് മൊത്തം വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ബോധമില്ലല്ലോ. മാഷ് തിരിച്ച് വന്നതിന് ശേഷം അത് കണ്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത്, മക്കളുണ്ടാകുമ്പോഴാണ് നമുക്ക് സമയത്തിൻ്റെ വില അറിയുന്നത്. അപ്പോൾ നമ്മളെല്ലാം പ്ലാൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ എണീക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ പകലൊന്നും അവർ ഉറങ്ങില്ല, ഫുൾ ടൈം കളിയാണ്. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അല്ലാത്ത പണികളുണ്ട്, പിന്നെ യോഗ ക്ലാസ്സിൻ്റെ പ്രിപ്പറേഷൻസും അതിൻ്റെ കൂടുതൽ പഠിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫ്രീ ടൈം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ രാവിലെ ഏർലി മോർണിംഗ്. രാത്രി കിടക്കില്ല, കാരണം ഞാൻ അവർ കിടക്കുന്നതിന് മുന്നേ ഞാൻ കിടക്കും, കാരണം എനിക്ക് നേരത്തെ ഉറങ്ങണം. രാവിലെ ഉള്ളൊരു സമയം, പിന്നെ ഒരു ഉച്ചയ്ക്കുള്ള സമയം, അറ്റ്ലീസ്റ്റ് അവരൊരു അരമണിക്കൂറൊക്കെ ഓം ബേബി, ആത്മജ ഉറങ്ങില്ല, ഓം ബേബി ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് ഞാൻ പഠിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇന്ന് നല്ല മൂഡാണ്. ഇപ്പം മഴ ഞാൻ അറിഞ്ഞില്ല കേട്ടോ, മഴ പെയ്യുന്നുണ്ടത്. നല്ല മൂഡായിട്ട് മഴ അറിയാതെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറക്കം വരുന്നുണ്ട്. പണ്ടൊക്കെ ഞാൻ പഠിച്ചൊരു 5 മിനിറ്റ് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, സ്കൂളൊക്കെ പഠിക്കുമ്പോൾ 5 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങും. ഞാൻ പഠിക്കാനിരിക്കുന്നതേ ഉറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്കിഷ്ടമല്ലായിരുന്നു പഠിക്കാൻ. പക്ഷെ ഇപ്പോൾ ഡിഗ്രി ഒക്കെ ആയപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പഠിക്കാൻ. എനിക്ക് വേണ്ടി പഠിച്ചത് +2 വരെ ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി, ഡിഗ്രി മുതൽ എനിക്ക് വേണ്ടി. എന്താണ് അവിടെ കൊട്ടുകൊണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ ക്ലാസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ലൈവ് ക്ലാസ് അല്ല കേട്ടോ, ഞാൻ കുറേ ഓൺലൈൻ കോഴ്സസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് അല്ലാത്ത ലൈവ് ക്ലാസ്സിലൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കുട്ടികളുടെ ടൈമിംഗ് വെച്ചിട്ട് നമ്മളുടെ യോഗ ക്ലാസ് ഉണ്ട്, അതുപോലെ നമ്മുടെ ഷൂട്ട്, നമ്മുടെ യാത്ര, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു ലൈവ് ക്ലാസ്സിന് ഇപ്പോൾ പറ്റില്ല. അപ്പോൾ ഞാൻ കുറേ കോഴ്സസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ എക്സാംസ് എഴുതും. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. സ്റ്റിൽ കൊള്ളാം, ലൈഫ് നല്ല രസമാണ് നമ്മൾ ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ. എന്തിനാ ഇപ്പോൾ ചമച്ചേ?
എപ്പോഴും നല്ല മൂഡിലിരിക്കുന്നതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇന്ന് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, ഈ ഒരു നിമിഷം വരെ എല്ലാം നല്ല. ഇനി രാവിലെ ഇവർ എണീക്കുമ്പോൾ കരച്ചിലാണെങ്കിൽ മാറും, ഇപ്പൊ പറഞ്ഞതൊക്കെ മാറും. അപ്പൊ പിന്നെ എൻ്റെ മുഖം എന്താണിത്, ഇപ്പോഴായതൊന്നും മാറ്റി തരാമെന്നായിരിക്കും എൻ്റെ മുഖം. എല്ലാവരും നല്ല മൂഡിലാണെങ്കിൽ ഞാനും നല്ല മൂഡിലായിരിക്കും. മാക്സിമം ഞാൻ മൂഡ് നന്നാക്കാൻ നോക്കും, പക്ഷെ എപ്പോഴും കുറേ പോലെ ഇരിക്കില്ലല്ലോ. അതെൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് മക്കളെയൊക്കെ എണീറ്റിട്ട് ചായ ഉണ്ടാക്കുക അല്ലേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Good morning. എവിടെയാണ് പിടുത്തം കിട്ടിയിട്ടില്ല അല്ലേ? ഓടി വന്നിട്ട് ഞങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നു. അപ്പം ഡോർ തുറന്നിട്ട് ഓടി വരും. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, മറ്റേ ബ്രേക്ക് ഇട്ട പോലെ എന്ത് ചെയ്തിട്ടാണ് ഞങ്ങൾ നോക്കുന്നത്. കളിയാണോ ഇപ്പൊ തന്നെ? കാശി നടക്കുന്ന അതേപോലെ പാട്ട് പാടിക്കൊടുത്തേ. പാടുമല്ല. ആ ശരി, ഞാൻ എടുക്കാം. പാടി കൊടുത്തേ. ജോണി 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 പാടില്ല. ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പാടില്ല. ഞാനൊന്ന് ചുമ്മാ ഒരു മെമ്മറിക്ക് വേണ്ടി എടുത്തു വെക്കാലോ എന്ന് വെച്ചിട്ട് ഞാൻ അതുവരെ പാടിക്കൊണ്ടിരുന്നിട്ട് ഞാൻ പെട്ടെന്ന് ക്യാമറ എടുത്തപ്പോഴത്തേക്കും അപ്പം നിർത്തി പാട്ട്. ആ ഓം ബേബി പാട്ട് നിർത്തിയിട്ട് പറഞ്ഞതാ. മലരെ മൗനമായി പാട്. മലരെ വയ്യോ, ബാക്കി എങ്ങനെ ഇരുന്നു? മൗനമേ അവിടെ ഇരുന്നല്ലേ. വേദമാ മലർകൾ പേസുമാ പേസിനാലോയുമാ അമ്പേ മലരേ. പാടൂ. മൗനമാ മലർകൾ. അയ്യോ അതെന്താ പറയോ? എനിക്ക് വേദനിക്കുന്നുണ്ട്. അതെന്താന്നറിയോ? ആത്മജ ഓമ്പേബിന്റെ മൂക്ക് ഇങ്ങനെ എടുക്കും. അതാണ് എന്നെ ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനെ എടുക്കും. പാതി ജീവൻ കൊണ്ട് ദേഹം வாழ்ந்து വന്നതോ, നീതി ജീവൻ എന്നെ പാർത്തപ്പോത് വന്നതോ, ഏതോ സുഖം ഉള്ളൂരതേ, ഏനോ മനം തെല്ലാടതേ, ഏതോ സുഖം ഉള്ളൂരതേ, ഏനോ മനം തെല്ലാടതേ, വിരൽകൾ തൊടവാ മാർബോട് കൺകൾ മൂടവാ മലരേ. പാടും, ഫുൾ പാടും. മലരെ മൗനമായി പാടും. പിന്നെ മറ്റേ നമ്മൾ ലാസ്റ്റ് പാടിയ പാട്ടില്ലായിരുന്നു, ഏതായിരുന്നത്? കൊഞ്ചി അതില് കരയല്ലേ മിഴികൾ നനയല്ലേ ഇളവനമൊരുകല്ലേ, ഏതോ മൗനം എങ്ങോ തേങ്ങും കഥ നീ അറിയില്ലയോ. പാടി പണിയുന്ന പൊഴിയുന്ന മനസ്സെങ്കിലും ചുവരിന്ദ്ര നീലങ്ങളാണെങ്കിലും ചിറയാണതറിയുന്നു നീ. നോവിൻ മൗനം നിറയുമ്പോഴും നാവിൽ ഗാനം പൊഴിയുന്നല്ലോ, അത് കേൾക്കെ ഇടനെഞ്ചിലറിയാതെ ഒരു കൊച്ചു നെടുവീർപ്പിലുറവുന്നു ഞാനും.
സൂപ്പറായിട്ട് വണ്ണൊക്കെ കാണിക്കാം. അല്ല, ഫോട്ടോ എടുക്കാൻ എനിക്ക് അറിയില്ലല്ലോ. സോ ഞങ്ങൾ അങ്ങനെ ഒന്ന് ബ്രഞ്ചിനായിട്ട് പോവാണല്ലേ. എങ്ങനെ പിടിക്കാൻ എന്തോ. അപ്പൊ ഞങ്ങള് കുളിച്ച് റെഡിയായി ഒന്ന് ബ്രഞ്ചിന് പോവാന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി ഞാൻ കഴിച്ചു, ഭക്ഷണം കഴിച്ചു, എല്ലാരും കഴിച്ചു. പിന്നെ ഇന്നിപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്ന് കറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ച് വീട്ടിൽ അമ്മേനെയൊക്കെ കണ്ട് നമ്മള് കറങ്ങി തിരിഞ്ഞു വരും അല്ലേ. ഓ ബേബി ഹായ്. ഓ ബേബി കുറെ നേരമായിട്ട് ഉറക്കം വന്നിരിക്കുക, പക്ഷെ ഉറങ്ങൂല. ഹായ് പറഞ്ഞോ ബേബി. എന്റെ പൊന്നെ എവിടെ ആത്മജ? എന്റെ ആത്മജ ഇവിടെ. ഹായ്. പോവാം നമുക്ക്, പോവാം. ആ ഓക്കെ, പോവാം. എന്താ പറയുന്നേ? ഫോൺ കോൾ ആയിട്ട് എന്നിട്ട് എന്തായിരുന്നു ചേച്ചി? ആ സൂപ്പർ ആയിട്ടുണ്ടല്ലേ. എന്താ പറഞ്ഞറിയോ? വണ്ടി സൂപ്പറാണ് എന്ന്. അത് എപ്പോഴും ഈ വണ്ടി വാങ്ങിച്ചതിന് ശേഷം എപ്പോ വണ്ടിയിൽ കയറിയാലും ആ പിന്നെ എന്താണ് സൂപ്പർ എന്ന് പറഞ്ഞ? സിനിമയ്ക്കല്ല നമ്മൾ പോണേ, നമ്മളിനി ഡ്രസ്സ് വാങ്ങിക്കാനാണ് പോണേ. ആ ഡ്രസ്സ്. ഓ അതായിരുന്നല്ലേ ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്ന പൊന്നെ. ആ ഡ്രസ്സ്. അതിന് എന്താ കഴിച്ചേ പറയൂ. അച്ഛമ്മേന്റെ ചെന്നിട്ട് എന്താ കഴിച്ചേ? അച്ഛമ്മ എന്താ ഉണ്ടാക്കി തന്നെ പൊന്നിന്? അടുത്ത ആള് കയറി വരുന്നുണ്ട്. അല്ല ഇവിടുന്ന് പറയും. ഇല്ലില്ല തരില്ല. അച്ഛമ്മ എന്തുണ്ടാക്കി തന്നു അത്രയ്ക്ക്? അച്ഛമ്മ ആ എന്തുണ്ടാക്കി തന്നു? ചോറ്, ചമ്മന്തി, ചോറ്, ചമ്മന്തി, ചോറ്, ആ ചമ്മന്തി, പിന്നെ ഇഷ്ടായോ? ഭയങ്കര ഇഷ്ടായോ? ആ ഇഷ്ടായി. ഓം ബേബി എന്ത് കഴിച്ചു? എന്താ സൂപ്പർ? ഇവിടെ ഭയങ്കര ബഹളായി. നമുക്ക് പിന്നെ കളിക്കാം.